അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത പരീക്ഷ കിതാബുൽ ഫിഖ് ആണ്. കിതാബുൽ ഫിഖിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട പാഠഭാഗങ്ങൾ 1 മുതൽ 6 വരെയുള്ള പാഠങ്ങൾ: നിസ്കാരം, അൽ മിയാഹു, അൻ നജാസാത്തു വ തത്ഹീറുഹ, അൽ ഇസ്തിൻജാഉ, ഫുറൂദുൽ വുളൂഇ, അൽ ഗുസ്ലു എന്നീ 6 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആമുഖമായി വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 6 പാഠങ്ങളുടെയും ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായും കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ പാഠങ്ങളും ആദ്യം മുതൽ അവസാനം വരെ വായിക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ പാഠം നിസ്കാരം. നിസ്കാരം അതിമഹത്തായ ഇബാദത്താണ്. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ. വിദ്യാർത്ഥികൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഒരു പക്ഷേ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആരാണിത് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27ാം രാവിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. എന്നാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്? നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27ാം രാവിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. നിസ്കാരം നിർബന്ധമാവാൻ 4 ഷർത്തുകളുണ്ട്. ആർക്കാണ് നിസ്കാരം നിർബന്ധമാവുക? അതിന് 4 ഷർത്തുകളുണ്ട്. 1, മുസ്ലിം ആവുക. 2, പ്രായപൂർത്തിയാവുക. 3, ബുദ്ധിയുണ്ടാവുക. ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ്. ആ ലഹരി ഉപയോഗിച്ച്, ഉദാഹരണം കള്ളു കുടിച്ച് ബോധം നഷ്ടപ്പെട്ടു, എന്നാൽ അയാളുടെ ബോധം വന്നതിന് ശേഷം ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. പിന്നെ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവുക. ഈ 4 കാര്യങ്ങളാണ് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. ഏതെല്ലാമാണ്? മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക, അതുപോലെ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയാവുക. എന്താണ് പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ? 15 വയസ്സ് പൂർത്തിയാവുക. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പ്രായപൂർത്തിയായവർക്കാണ് നിസ്കാരം നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ? 15 വയസ്സ് പൂർത്തിയാവുക, അല്ലെങ്കിൽ മനിയ് പുറപ്പെടുക, ഹൈള് ഉണ്ടാവുക. ഇതൊക്കെ പ്രായപൂർത്തിയുടെ അടയാളങ്ങളാണ്. ഹൈളിന്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം 9 വയസ്സാകുന്നു. ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈള് എന്നുള്ളത്. ആ ഹൈള് ഉണ്ടാവാൻ ഏറ്റവും ചുരുങ്ങിയ, അല്ലെങ്കിൽ ഹൈള് ഉണ്ടാകാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 9 വയസ്സാണ്. 9 ചാന്ദ്രവർഷ കണക്ക് പ്രകാരം അത് മുതൽ ഹൈള് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടുന്ന് അങ്ങോട്ട് എപ്പോഴും പ്രതീക്ഷിക്കാം. 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഇവ രണ്ടും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. സമയമായാൽ ഉടൻ നിസ്കരിക്കണം. കാരണം കൂടാതെ നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല. സമയമായാൽ ഉടനെ നിസ്കരിക്കുക. ഉറക്കം, മറവി എന്നിവയാണ് കാരണങ്ങൾ. ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, അത് കാരണമാണ്. അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ട് നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഖളാ ആയാൽ ഉടനെ ഖളാ വീട്ടണം. എന്നാൽ ഹൈളോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടാനും പാടില്ല. ഉദാഹരണം, സ്ത്രീകൾക്ക് ഹൈളുണ്ടാവും. ആ ഹൈളുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. പിന്നീട് ആ നിസ്കാരം ഖളാ വീട്ടേണ്ടതുമില്ല. അത് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ്. അതേപോലെ തന്നെ നിഫാസിന്റെ സമയത്ത്, പ്രസവിച്ചതിന് ശേഷം പുറപ്പെടുന്ന രക്തമാണല്ലോ നിഫാസ് രക്തം. ആ നിഫാസ് ഉള്ള സമയത്തും സ്ത്രീകൾ നിസ്കരിക്കേണ്ടതില്ല. ആ നിസ്കാരം പിന്നീട് ഖളാ വീട്ടേണ്ടതും ഇല്ല. തദ്രീബാത്ത്, ഉത്തരം പറയാം. നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏതാണ്? വിദ്യാർത്ഥികൾ ഇത് പ്രത്യേകം പഠിച്ചു വെക്കണം. നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27ാം രാവിലാണ് 5 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത്. 2, നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ എത്രയാണ്? 4 ആണ്. മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധിയുണ്ടാവുക,
ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക. 3. ഖലാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ്? ഖലാ വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഹൈള്, നിഫാസ് ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ്. ആ നിസ്കാരം പിന്നീട് ഖലാ വീട്ടാനും പാടില്ല. അപ്പോൾ ഹൈള്, നിഫാസ് ഉള്ള സമയത്ത് നിസ്കാരം. 4. പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? 15 വയസ്സ് പൂർത്തിയാവുക, മനീയ് പുറപ്പെടുക, ഹൈൾ ഉണ്ടാവുക. ഇതെല്ലാം പ്രായപൂർത്തിയുടെ അടയാളങ്ങളാണ്. ഇനി ശരിക്ക് ശരി, തെറ്റിന് തെറ്റ് അടയാളപ്പെടുത്തുക. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിന്റെ നേരെ ശരി കൊടുക്കുകയാണ് വേണ്ടത്. വുളൂ ചെയ്യൽ തെറ്റ്, ലഹരി ഉപയോഗിക്കുക തെറ്റ്, വകതിരിവുണ്ടാവുക. നിസ്കാരം നിർബന്ധമാവാനുള്ള ഒരു ഷർത്താണ് വകതിരിവുണ്ടാവുക, പ്രായപൂർത്തിയാവുക എന്ന് പറഞ്ഞല്ലോ നേരത്തെ. അതേപോലെ ബുദ്ധി ഉണ്ടാവുക, മുസ്ലിം ആവുക. ഇതെല്ലാമാണ് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്ത്. ഇനി രണ്ടാമത്തെ പാഠം അൽ മിയാഹു. ഇവിടെ 2 ഗ്ലാസുകളിൽ വ്യത്യസ്ത വെള്ളങ്ങൾ കാണുന്നുണ്ട്. ഈ 2 ചിത്രങ്ങളും നോക്കൂ, വ്യത്യാസം തിരിച്ചറിയൂ. ഒന്നാമത്തെ ഗ്ലാസ്സിൽ സാദാ പച്ചവെള്ളമാണ്, രണ്ടാമത്തെ ഗ്ലാസ്സിൽ കട്ടൻ ചായയാണ് അല്ലേ? 2 ചിത്രങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഒന്ന് ശുദ്ധമായ വെള്ളമാണ്, മറ്റൊന്ന് ചായയാണ്. ഇങ്ങനെ പലതരം വെള്ളം നമുക്ക് ചുറ്റുമുണ്ട്. എല്ലാ തരം വെള്ളവും നാം കുളിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കാറില്ലല്ലോ. ഇനി 3 തരം വെള്ളങ്ങളെ കുറിച്ച് പറയുകയാണ്. 3 തരം വെള്ളമുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് തഹൂറ്, മറ്റൊന്ന് താഹിർ, മൂന്നാമത്തത് നജസ്. ഇങ്ങനെ 3 തരം വെള്ളങ്ങളുണ്ട്. ഇനി ഓരോന്നും വിശദമായി പറയുകയാണ്. എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. അങ്ങനത്തെ വെള്ളത്തിനാണ് തഹൂറായ വെള്ളം എന്ന് പറയുന്നത്. ഉദാഹരണം മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടൽ വെള്ളം. അപ്പോൾ ഈ ഓരോ തരം വെള്ളങ്ങളുടെയും ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. തഹൂറിന്റെ ഉദാഹരണങ്ങളാണ് മഴവെള്ളം, പുഴവെള്ളം, കിണറിലെ വെള്ളം, കടൽ വെള്ളം. എന്താണ് തഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം. രണ്ടാമത്തത് താഹിർ. എന്താണ് താഹിർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. ഉദാഹരണം തേങ്ങ വെള്ളം. അത് ശുദ്ധിയുള്ളത് കൊണ്ടല്ലേ നമ്മൾ കുടിക്കുന്നത്. എന്നാൽ തേങ്ങ വെള്ളം കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ശുദ്ധിയാക്കാറുണ്ടോ? ഇല്ല. അതുപോലെ കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ജ്യൂസ്, ഇതൊക്കെ താഹിറിന്റെ ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തത് നജസ്. സ്വയം ശുദ്ധിയില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും പറ്റൂല. അതാണ് നജസ് കൊണ്ട് ഉദ്ദേശം. ഉദാഹരണം മൂത്രം, ലഹരിദ്രാവകം. ഇനി ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്നും പറയും. ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഒരാൾ വുളു എടുക്കാണ്. ആ വുളു എടുക്കുന്ന സമയത്ത് അയാൾ വുളു എടുക്കുമ്പോൾ എന്ത് ചെയ്തു? താഴെ ഒരു ബക്കറ്റ് വെച്ച് അയാൾ വുളു എടുക്കുന്ന വെള്ളം ആ ബക്കറ്റിലേക്ക് കളക്ട് ചെയ്തു. പക്ഷെ പിന്നീട് ആ കളക്ട് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ട് വീണ്ടും വുളു എടുക്കാൻ പറ്റുമോ? പാടില്ല. കാരണം അത് ഓൾറെഡി ഒരു ഫർളിൽ ഉപയോഗിച്ചു. അതിന് മുസ്തഅമൽ എന്നാണ് പറയുക. ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല. അപ്പോൾ മുകളിൽ പറഞ്ഞ തഹൂർ, താഹിർ, നജസ്, ഇതിൽ ഏത് വെള്ളം കൊണ്ടാണ് നമ്മൾ വുളു എടുക്കാൻ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കേണ്ടത്? തഹൂറായ വെള്ളം കൊണ്ടാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം കൊണ്ടാണ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കേണ്ടത്. വുളു എടുക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വെള്ളം ഉപയോഗം. തഹൂർ എന്തിനൊക്കെ ഉപയോഗിക്കാം? വുളു ചെയ്യുക, കുളിക്കുക, വൃത്തിയാക്കുക, കുടിക്കുക മുതലായവ. ഇതിനൊക്കെ തഹൂറായ വെള്ളം ഉപയോഗിക്കാം. താഹിറായ വെള്ളം കുടിക്കുക, ശുചീകരണമല്ലാത്ത മറ്റു ആവശ്യങ്ങളും. നജസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി തദ്രീബാത്ത്, വേർതിരിച്ചെഴുതാം. തഹൂർ, താഹിർ, നജസ്. കടൽ വെള്ളം ഏതാണ്? തഹൂറായ വെള്ളമാണ്. ജ്യൂസ് താഹിറാണ്. കള്ള് നജസാണ്. നാരങ്ങ വെള്ളം താഹിറാണ്. മൂത്രം നജസാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾ വേർതിരിച്ച് എഴുതുക. ഇനി നിർവചിക്കാം. തഹൂർ എന്നാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളം. താഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. നജസ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുമില്ല, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുകയുമില്ല. അടുത്തത് യോജിച്ചവയോട് ചേർക്കാം. തഹൂറിന്റെ ഉദാഹരണം ഇപ്പുറത്തുണ്ട്. ഏതാണ്? മഴവെള്ളം. താഹിർ കഞ്ഞിവെള്ളം. നജസ് ലഹരിദ്രാവകം. മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. ഇനി അടുത്തത് പാഠം 3 അൻ നജാസാത്തു വ തത്ഹീറുഹ.
വ്യത്യസ്ത ഇനം നജസുകളെ കുറിച്ചും അത് ശുദ്ധിയാക്കുന്ന രൂപത്തെക്കുറിച്ചുമാണ് ഈ മൂന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിസ്കാരം ശരിയാവണമെങ്കിൽ നജസുകളിൽ നിന്ന് ശുദ്ധിയാവേണ്ടതുണ്ട്. നജസുകൾ 3 വിധമാണ്. നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ് നജസുകളിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത്. നിസ്കരിക്കുന്നവന്റെ ശരീരം, അവന്റെ വസ്ത്രം, നിസ്കരിക്കുന്ന സ്ഥലം, ഇത് 3 നജസുകളിൽ നിന്ന് ശുദ്ധിയാവേണ്ടത് നിസ്കാരത്തിന്റെ ഷർത്താണ്. ഏതൊക്കെയാണ് നജസുകൾ? 3 തരം നജസുകളാണുള്ളത്. 1 മുഖഫഫ്, 2 മുത്തവസ്സിത്ത്, 3 മുഗല്ലദ്. ഇനി ഓരോന്നും ഉദാഹരണ സഹിതം വിശദീകരിക്കുകയാണ്. ഒന്നാമത്തത് മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ്. അതായത് ലഘുവായ നജസാണ് ഈ മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ. മുഖഫഫ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്ലി ആയിട്ടുള്ള ലഘുവായ നജസ്. അതുകൊണ്ട് മലിനമായാൽ, അതേതാണ്? 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ഈ മുഖഫഫായ നജസ്. അതുകൊണ്ട് മലിനമായാൽ മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. കുടഞ്ഞാൽ തന്നെ അവിടെ ശുദ്ധിയാകും, കഴുകേണ്ടതില്ല. നിലത്ത് മൂത്രം പോലെയുള്ള നജസായാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷമാണ് വെള്ളം ഒഴിക്കേണ്ടത്. വറ്റാത്ത സ്ഥലം ഏതുപോലെ? ടൈൽസ് ഉള്ള പ്രദേശമാണെങ്കിൽ, ടൈൽസിന്റെ മുകളിലാണ് മൂത്രമൊഴിച്ചത് എങ്കിൽ അവിടെ ആ മൂത്രം അങ്ങനെ തന്നെ കെട്ടി നിൽക്കും. അത് നീക്കിയതിന് ശേഷമാണ് അവിടെ വെള്ളം കുടയേണ്ടത് അല്ലെങ്കിൽ കഴുകേണ്ടത്. ഇനി രണ്ടാമത്തത് മുത്തവസ്സിത്തായ നജസ്. അപ്പൊ മുഖഫഫ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ്ലി ആയിട്ടുള്ള ലഘുവായ നജസ്. ഇനി രണ്ടാമത്തത് മുത്തവസ്സിത്ത്, ഒരു മീഡിയം ലെവലിലുള്ള നജസിനാണ് മുത്തവസ്സിത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? മലം, മൂത്രം, ഛർദിച്ചത്, രക്തം, ചലം, അതുപോലെ മനുഷ്യൻ, മത്സ്യം, വെട്ടുകിളി എന്നിവയുടേതല്ലാത്ത ശവം, ബാക്കിയുള്ള ഏതിൻ്റെയും ശവം അത് നജസാണ്. മദിയ്, വദിയ്, ലഹരി ദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം നജസുകളാണ്. മുത്തവസ്സിത്ത് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ ഇടത്തരം, മീഡിയം നജസുകളാണ്. മദിയ് എന്ന് പറഞ്ഞാൽ എന്താണ്? വദിയ് എന്ന് പറഞ്ഞാൽ എന്താണ്? മദിയ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈംഗിക ചിന്തകൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈംഗിക സ്പർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലൈംഗിക അവയവത്തിലൂടെ വരുന്ന വഴുവഴുപ്പുള്ള ഒരു ദ്രാവകമാണ് മദിയ്. അത് മുത്തവസ്സിത്തായ നജസാണ്. അതുപോലെ വദിയ് എന്ന് പറഞ്ഞാൽ ഭാരിച്ച ജോലികൾ ചെയ്യുന്ന സമയത്ത് പുറപ്പെടുന്ന ദ്രാവകമാണ് വദിയ് കൊണ്ട് ഉദ്ദേശം. ഇത് രണ്ടും മുത്തവസ്സിത്തായ നജസിന്റെ ഉദാഹരണമാണ്. ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ, മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് അത് ശുദ്ധിയാവണമെങ്കിൽ നജസിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഉദാഹരണമായി നമ്മുടെ ഡ്രസ്സിൽ കാഷ്ടമുണ്ട്. ആ കാഷ്ടമായാൽ അത് ശുദ്ധിയാക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? അതിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ നമ്മൾ കഴുകണം. പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. നിറം, മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവുന്നതല്ല. എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ്. നമ്മുടെ ഷർട്ടിൽ കാഷ്ടമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുത്തവസ്സിത്തായ നജസായി എത്ര കഴുകിയിട്ടും പോകുന്നില്ല. ഇനി അവസാനത്തെ ഓപ്ഷൻ എന്താണ്? ആ ഭാഗം മുറിച്ചു കളയൽ മാത്രമാണ് എങ്കിൽ അത് മുറിച്ചു കളയാനൊന്നും നിൽക്കണ്ട, അല്ലാഹു തആല അത് പുറത്തു തരും. ഇതാണ് മുത്തവസ്സിത്തായ നജസ്. ഇനി അടുത്തത് മുഗല്ലദായ നജസ്. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നജസ്. ഏതാണത്? നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും ഗൗരവമായ നജസുകളാണ്. നായ, പന്നി അല്ലെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ജീവികളുമായി മൈറ്റ് ചെയ്ത് അതിലുണ്ടായ കുട്ടി, ഇതൊക്കെ മുഗല്ലദായ നജസാണ്. ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ 7 പ്രാവശ്യം കഴുകണം. അതിലൊരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കം ചെയ്യണം. അതിനായി എത്ര തവണ കഴുകിയാലും അത് ഒന്നായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഉദാഹരണം, നായയുടെ കാഷ്ടമുണ്ട്. എത്ര കഴുകിയിട്ടും അത് പോകുന്നില്ല, കുറേ തവണ കഴുകിയിട്ടാണ് അത് പോയത് എങ്കിൽ ആ കഴുകിയതൊക്കെ ഒരു തവണയായിട്ടേ പരിഗണിക്കുകയുള്ളൂ. ബാക്കി വീണ്ടും 6 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അങ്ങനെ ആകെ 7 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധിയുള്ള വെള്ളം കൊണ്ടായിരിക്കണം. 2 കൊല്ലത്തിൽ ഏകദേശം 200 ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നജസായ വസ്തു ഇട്ട് കഴുകരുത്. വെള്ളം അതിന്മേൽ ഒഴിച്ചാണ് കഴുകേണ്ടത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം?
2 കുല്ലത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ ഈ നജസ് കലർന്നാൽ ആ വെള്ളം മുഴുവൻ നജസാകും. അതുകൊണ്ട് അതിലേക്ക് ഇട്ട് കഴുകാൻ പാടില്ല, മറിച്ച് അതിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ഈ നജസായ വസ്തുവിന്റെ മേൽ ഒഴിച്ച് കഴുകുകയാണ് വേണ്ടത്. ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിന്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവും. ഇനി തദ്രീബാത്ത് തെരഞ്ഞെടുത്തെഴുതാം. താഴെ കുറച്ച് നജസുകൾ തന്നിട്ടുണ്ട്. അതിൽ മുഖഫഫ് ഏത്, മുതവസ്സിത്ത് ഏത്, മുഗല്ലദ് ഏത് എന്ന് വിദ്യാർത്ഥികൾ വേർതിരിച്ചെഴുതുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ് ഇവിടെ തന്ന നജസുകൾ? നായ, പന്നി, മലം, മൂത്രം, ഛർദിച്ചത്, രക്തം, ചലം, പന്നി, മദിയ്, 2 വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രം, വദിയ്, ലഹരി ദ്രാവകങ്ങൾ. ഇതിൽ നിന്ന് ഇത് 3ഉം വേർതിരിച്ചെഴുതണം. മുഖഫഫ് ഏത് മാത്രമായിരുന്നു? 2 വയസ്സ് തികയാത്ത പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. അത് 1ാമത്തെ കോളത്തിലേക്ക് എടുത്തെഴുതുക. ഇനി മുതവസ്സിത്തായ നജസുകൾ ഏതൊക്കെയാണ്? മലം, മൂത്രം, ഛർദിച്ചത്, രക്തം, ചലം, അതുപോലെ മദിയ്, വദിയ്, ലഹരി ദ്രാവകങ്ങൾ. ഇതൊക്കെ മുതവസ്സിത്തിന്റെ ഉദാഹരണങ്ങളാണ്. മുഗല്ലദ് എന്ന് പറഞ്ഞാൽ നായ, പന്നി. ഇതാണ് മുഗല്ലദായ നജസ്. ഇങ്ങനെ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കാം. മുഗല്ലദ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? നമ്മൾ ഓൾറെഡി അത് വിശദീകരിച്ചു. മുഗല്ലദ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നജസ്. ആ മുഗല്ലദായ നജസ് കൊണ്ട് അശുദ്ധമായാൽ അതെങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? 7 തവണ കഴുകണം. അതിലൊരു തവണ ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. 2ാമത്തത് മുതവസ്സിത്തായ നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? അതിന്റെ നിറം, മണം, രുചി ഇത് 3ഉം നീങ്ങുന്നത് വരെ നമ്മൾ കഴുകണം. മുഖഫഫ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? മുഖഫഫായ നജസ് അതിനേക്കാൾ ഒരല്പം കൂടുതൽ വെള്ളം അവിടെ കുടഞ്ഞാൽ തന്നെ ആ മുഖഫഫായ നജസ് ശുദ്ധിയാകും. ഇങ്ങനെയാണ് അത് ശുദ്ധിയാക്കേണ്ടുന്ന രൂപം. ഇനി ഉത്തരം പറയാം. വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ഈ പാഠത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ആ നജസിന്റെ തടിയുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തതിന് ശേഷം അതിനേക്കാൾ അധികം വെള്ളം ഒഴിച്ചുകൊണ്ടാണ് അവിടെ ശുദ്ധിയാക്കേണ്ടത്. 2ാമത്തത് പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത 6 മാസം പ്രായമായ ആൺകുട്ടി നിങ്ങളുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കും? ആ മൂത്രത്തിനേക്കാൾ അല്പം വെള്ളം അവിടെ കുടഞ്ഞാൽ തന്നെ ശുദ്ധിയാകും. ഇനി 3, പാമ്പിന്റെ തോൽ എങ്ങനെ ശുദ്ധിയാകും? ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും നായ, പന്നി എന്നിവയല്ലാത്ത ശവത്തിന്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവും. അപ്പോൾ ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവും. ഇനി 4ാമത്തെ പാഠം അൽ ഇസ്തിൻജാ. എന്താണ് ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ? മലമൂത്ര വിസർജനം നടത്തിയാൽ ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത്. മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ, ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. ഈ ശൗചം ചെയ്യുന്നതിന്റെ വിധി എന്തൊക്കെയാണ്? പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ വാജിബ്. ഈ മലമൂത്രദ്വാരങ്ങളിലൂടെ പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ, അപ്പൊ മൂത്രം നനവുള്ളതാണ്, അതുപോലെ കാഷ്ടം നനവുള്ളതാണ്, അങ്ങനെ നനവുള്ളതാണെങ്കിൽ കഴുകൽ നിർബന്ധമാണ്, ഇസ്തിൻജാ ചെയ്യൽ നിർബന്ധമാണ്. ഇനി നനവില്ലെങ്കിലോ സുന്നത്താണ്. കാറ്റാണെങ്കിലോ കറാഹത്താണ്. കാറ്റുപോയി അല്ലെങ്കിൽ കേവലം സൗണ്ട് മാത്രം ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ കറാഹത്താണ്, കഴുകേണ്ടതില്ല. ഇനി ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണ്? തഹൂറായ വെള്ളം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനാണ് തഹൂർ എന്ന് പറയുക. ആ തഹൂറായ വെള്ളം കൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്, ശൗചം ചെയ്യേണ്ടത്. അതുപോലെ നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്. വെള്ളം കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ഈ നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് കൊണ്ടാണ് ഇസ്തിൻജാ ചെയ്യേണ്ടത്. ഇനി കല്ലും കിട്ടിയില്ല, ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ. ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ കൈ തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ, പെട്ടെന്ന് വെള്ളത്തെ വലിച്ചെടുക്കുന്ന സാധനമാണ് ടിഷ്യൂ പേപ്പർ. അപ്പൊ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് ഇസ്തിൻജാ ചെയ്യാവുന്നതാണ്. ഇനി ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ്? ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ. ഉദാഹരണം, ഹദീസ് എഴുതിയ ഒരു പേജ് അല്ലെങ്കിൽ ഖുർആനിന്റെ ഒരു പേജ്, അതൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ശൗചം ചെയ്യാൻ പറ്റുമോ? പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കിതാബുകളുടെ 2 പേജ് എടുത്തിട്ട് അതുകൊണ്ട് ശൗചം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. കാരണം അതൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വസ്തുക്കളാണ്. 2ാമത്തത് ഭക്ഷ്യവസ്തു. ഉദാഹരണം, ബ്രെഡൊക്കെ പെട്ടെന്ന് വെള്ളത്തെ വലിച്ചെടുക്കുന്ന സാധനമാണ്. നമ്മൾ ചായയിലേക്ക് ഒരു കഷ്ണം ബ്രെഡ് മുക്കിയാൽ എത്ര പെട്ടെന്ന് ആ ബ്രെഡ് ചായനെ വലിച്ചെടുക്കുക. പക്ഷേ അതുകൊണ്ട് ഇസ്തിൻജാ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, കാരണം അത് ഭക്ഷ്യവസ്തുവാണ്. അതുപോലെ എല്ല്, ഇതുകൊണ്ടൊന്നും ശൗചം ചെയ്യാൻ പാടില്ല, ഹറാമാണ്. വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ
നജസ് പോയിട്ടുണ്ടെന്ന മികച്ച ധാരണ ഉണ്ടാവണം. ടിഷ്യൂ പേപ്പർ, കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ്. തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ്. അപ്പോ 3 കല്ലെങ്കിലും ചുരുങ്ങിയതെടുക്കണം. 3ലും ശുദ്ധിയായിട്ടില്ലെങ്കിൽ 5, അതിന് ശുദ്ധിയായിട്ടില്ലെങ്കിൽ 7, അങ്ങനെ ഒറ്റയാക്കലാണ് സുന്നത്ത്. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. കാരണമില്ലാതെ വലതു കൈകൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താകുന്നു. അപ്പോൾ ഇടതു കൈകൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. ഇസ്തിൻജാഇന്റെ ശേഷം ചൊല്ലൽ സുന്നത്തുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇത് ജീവിതത്തിൽ കൊണ്ടുവരണം. എന്താണ്? അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപഢ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീചപ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നർത്ഥമുള്ള ഈ ദിക്ർ, അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്നുള്ള ഈ ദിക്ർ ഇസ്തിൻജാഇന് ശേഷം, ശുദ്ധിയാക്കിയതിന് ശേഷം നാം ഓരോരുത്തരും ചൊല്ലേണ്ടതുണ്ട്. ഇനി തദ്രീബാത്ത്, ഉത്തരം എഴുതാം. ഇസ്തിൻജാ എന്നാൽ എന്താണ്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? തഹൂറായ വെള്ളം കൊണ്ട് ശൗചം ചെയ്യാം. അതുപോലെ നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ലുകൊണ്ട്, ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ കൊണ്ടൊക്കെ ശൗചം ചെയ്യാം. ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം? ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, എല്ല്, ഇതുകൊണ്ടൊന്നും ശൗചം ചെയ്യാൻ പാടില്ല. ഇനി ശൗചം ചെയ്യുന്നതിന്റെ വിധി പറയാം. പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ അവിടെ വൃത്തിയാക്കേണ്ടതുണ്ടോ? വേണ്ട, കറാഹത്താണ്. നനവുള്ള നജസാണെങ്കിൽ നിർബന്ധമാണ്. നനവില്ലെങ്കിൽ സുന്നത്താണ്. ഇനി ഭക്ഷ്യവസ്തു കൊണ്ട് ചെയ്യൽ ഹറാമാണ്, വലത് കൈ കൊണ്ട് ചെയ്യൽ കറാഹത്താണ്. വ്യക്തമാക്കാം. വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? തഹൂറായ വെള്ളമായിരിക്കണം. കല്ല്, ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളതായിരിക്കണം? നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. എപ്പോൾ? ആ നജസ് അല്ലെങ്കിൽ പുറപ്പെട്ട വസ്തു ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ. ശുദ്ധിയാവുന്നത് വരെ തടവണം. എപ്പോൾ? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ, കല്ല് പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവണം. ഇനി അടുത്തത് അർത്ഥസഹിതം പൂർത്തിയാക്കാം. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ, എൻ്റെ ഹൃദയം കാപഢ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീചപ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇനി അടുത്ത പാഠം ഫുറൂലുൽ വുളൂഇ, വുളൂഇന്റെ ഫർളുകൾ. വുളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് വുളൂഇന്റെ ഫർളുകൾ. ഏതെങ്കിലും ഫർളിനെ ഒഴിവാക്കിയാൽ വുളൂഇ ശരിയാവുകയില്ല. വുളൂഇന് 6 ഫർളുകളുണ്ട്. ഏതൊക്കെയാണത്? 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ, 3 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക, 4 തല അല്പം തടവുക, 5 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക, 6 തർത്തീബ്. ഈ വുളൂഇന്റെ ഫർളുകൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒന്നാമത്തത് നിയ്യത്ത്. നിയ്യത്തിന്റെ രൂപം, വുളൂഇ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതണം. വുളൂ എടുക്കുന്ന സമയത്ത്, മുഖം കഴുകുന്ന സമയത്ത് എന്താണ് കരുതേണ്ടത്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതണം. മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്ത് പറയൽ സുന്നത്താണ്, ഖൽബിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. കാരണം നിയ്യത്ത് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ കരുതുക എന്നാണ്. അപ്പോൾ മനസ്സിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മുഖം കഴുകൽ. മുഖത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകണം. തിങ്ങിയ താടിയുടെ ഉള്ളൊഴികെയുള്ള മുഴുവൻ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകണം. മുഖത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി കഴുകൽ വാജിബാണ്. ഒന്ന് കയറ്റി കഴുകണം. കൈകാലുകളിലും അപ്രകാരം അല്പം കയറ്റി കഴുകണം. അത് വാജിബാണ്. സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖം. അപ്പോൾ ആ ഏരിയ മുഴുവനായിട്ടും വെള്ളമെത്തൽ നിർബന്ധമാണ്. ഇനി മൂന്നാമത്തെ ഫർള് എന്താണ്? 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക. വിരലുകളുടെ തല മുതൽ കഴുകണം. അവിടുന്ന് അങ്ങോട്ടാണ് തുടങ്ങേണ്ടത്. നാലാമത്തത് തല അല്പം തടവുക. തലയുടെ അതിർത്തിക്കുള്ളിലുള്ള മുടിയിലോ തൊലിയിലോ തടവണം. തലയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിലോ തൊലിയിലോ തടവിയാൽ മതിയാവുകയില്ല. അപ്പൊ തല എന്നുള്ള ബൗണ്ടറി ഉണ്ടല്ലോ, അതിന്റെ
ചുറ്റുഭാഗത്ത് അതിന്റെ പരിധിയിൽ വരുന്ന മുടിയിലാണ് തടവേണ്ടത്. അല്ലാതെ കുറെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന മുടിയിൽ തടവിയാൽ തല തടവലാവുകയില്ല. 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകലാണ് 5ാമത്തെ ഫർള്. കാലിലെ വിള്ളൽ, മടമ്പ് മുതലായവ സൂക്ഷിച്ചു കഴുകണം. അവിടേക്കൊക്കെ വെള്ളം ശ്രദ്ധയോടെ എത്തിക്കേണ്ടതുണ്ട്. 6ാമത്തത് തർത്തീബ്, മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വഴിക്കു വഴിയായി ചെയ്യുക. ഇതാണ് വുളൂഇന്റെ 6 ഫർളുകൾ. വുളൂഇന്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ്. വുളൂ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഖുർആൻ ഓതുക, അതുപോലെ ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വുളൂ എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി ശരി തെറ്റ് അടയാളപ്പെടുത്തുക. കാൽ കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു, തെറ്റ്. കാൽ കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു, തെറ്റ്. നമ്മൾ കൈ കഴുകിയതിന് ശേഷം പിന്നെയാണ് അവസാനത്തിലാണ് കാല് കഴുകുന്നത്. ചെവി തടവിയതിന് ശേഷം കാൽ കഴുകുന്നു, ശരി. മുഖം അല്പം കയറ്റി കഴുകുന്നു, ശരി. ഇടതു കൈ ആദ്യം കഴുകുന്നു, തെറ്റ്. വലതു കൈയാണ് ആദ്യം കഴുകേണ്ടത്. മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം നിയ്യത്ത് വെക്കുന്നു, അല്ല, കഴുകുന്നതിന്റെ മുമ്പാണ് നിയ്യത്ത് വെക്കേണ്ടത്. അതിർത്തിയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളിൽ മാത്രം തടവുന്നു. അങ്ങനെ തടവിയാൽ തല തടവൽ ശരിയാവുകയില്ല. മറിച്ച് തലയുടെ ആ അതിർത്തിക്കുള്ളിലുള്ള മുടിയിലാണ് തടവേണ്ടത്. നിയ്യത്ത് പറയുക മാത്രം ചെയ്യുന്നു, പോരാ. നിയ്യത്ത് ഖൽബിലാണ് ഉണ്ടാവേണ്ടത്, പറയൽ സുന്നത്താണ്. തെറ്റുകൾ ശരിയാക്കി എഴുതുക. ഖുർആൻ ഓതാൻ വുളൂ നിർബന്ധമാണ്. വുളൂ നിർബന്ധമില്ല, സുന്നത്താണ്. നിയ്യത്തില്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ്? ഇല്ല, നിയ്യത്തോടുകൂടെ വെള്ളത്തിൽ മുങ്ങിയാലാണ് വുളൂ ലഭിക്കുന്നത്. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ വുളൂഇന്റെ ഫർളിൽപ്പെട്ടതാണ്? അല്ല, വുളൂഇന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇനി വേർതിരിച്ചെഴുതുക. കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെയാണ് വുളൂഇൽ? മുഖം കഴുകൽ നിർബന്ധമാണ്, അതുപോലെ കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകൽ നിർബന്ധമാണ്, കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ നിർബന്ധമാണ്. ഇനി തടവേണ്ടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? തല നിർബന്ധമായും തടവേണ്ടതുണ്ട്. ഇനി വുളൂ സ്വയം ചെയ്തു ശീലിക്കാം. ഇനി അവസാനത്തെ പാഠം അൽ ഉസുലു, കുളിയെ കുറിച്ചാണ്. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. നിയ്യത്തോടുകൂടി ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. എന്താണ് കുളിയുടെ നിർവചനം? നിയ്യത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് കുളി. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 2 തരം അശുദ്ധികളാണുള്ളത്. ഒന്ന് ചെറിയ അശുദ്ധി, മറ്റൊന്ന് വലിയ അശുദ്ധി. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വുളൂ എടുത്താൽ മതി. എന്നാൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നിർബന്ധമായും കുളിക്കണം. എങ്ങനെയാണ് ഈ വലിയ അശുദ്ധി ഉണ്ടാവുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് താഴെ പറയുന്നത്. 1, മനിയ് പുറപ്പെടുക. മനിയ് പുറപ്പെട്ടാൽ അയാൾ പിന്നെ വലിയ അശുദ്ധിക്കാരനാണ്. പിന്നീട് അയാൾക്ക് നിസ്കരിക്കണമെങ്കിൽ അയാൾ നിർബന്ധമായ കുളിക്കണം. 2ാമത്തത് ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക. 3ാമത്തത് ഹൈള് രക്തം മുറിയുക. 4, നിഫാസ് അഥവാ പ്രസവ രക്തം മുറിയുക. 5, പ്രസവിക്കുക. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ വലിയ അശുദ്ധി ഉണ്ടാകും. ഈ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നിർബന്ധമായ കുളിക്കണം. ഇനി എന്താണ് ഹൈള് എന്ന് പറഞ്ഞാൽ? സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. ഈ ഹൈള് രക്തം പുറപ്പെട്ടാൽ പിന്നെ ആ പെണ്ണ് അശുദ്ധിയുള്ള പെണ്ണാണ്. ഇനി അതിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട നിർബന്ധമായ കുളിക്കണം. ഏകദേശം 9 വയസ്സ് മുതൽ ഹൈള് ഉണ്ടാകാവുന്നതാണ്. ഈ കണക്കുകൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചുരുങ്ങിയത് 1 ദിവസവും, സാധാരണ 6 or 7 ദിവസവും, കൂടിയാൽ 15 ദിവസവുമാണ് ഹൈളിന്റെ കാലയളവ്. ഇനി 2ാമത്തത് നിഫാസ്. എന്താണ് നിഫാസ് എന്ന് പറഞ്ഞാൽ? പ്രസവത്തിന് ശേഷം 15 ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ചുരുങ്ങിയ നിഫാസ് അല്പസമയമാണ്. സാധാരണ 40 ദിവസവും, കൂടിയാൽ 60 ദിവസവുമാണ്. ഈ കണക്കുകളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇനി കുളിയുടെ ഫർളുകൾ എന്തെല്ലാമാണ്? നിയ്യത്ത്. എന്താണ് നിയ്യത്ത്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നോ അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ മറ്റോ കരുതലാണ് കുളിയുടെ നിയ്യത്ത്. 2ാമത്തെ ഫർള് ശരീരം മുഴുവൻ വെള്ളം ചേർക്കുക. അപ്പോൾ ഈ നിർബന്ധമായ കുളി എങ്ങനെയാണ് കുളിക്കേണ്ടത്? നിയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുന്നതിനാണ് കുളി എന്ന് പറയുന്നത്. വുളൂഇന്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്തുകളാണ്. വുളൂഇന്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്തുകളാണ്. നേരത്തെ വുളൂഇന്റെ ഷർത്തുകൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെള്ളം തഹൂറായിരിക്കണം, അതുപോലെ
കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം. അങ്ങനെ വുളൂഇന്റെ ഷർത്തുകൾ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഷർത്തുകളൊക്കെ ഇവിടെ കുളിക്കും ഷർത്തുകളാണ്. ഇനി അതിനു പുറമെ കുളിയുടെ ചില സുന്നത്തുകൾ കൂടെ പറയുകയാണ്. എന്തൊക്കെയാണ്? തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, കുളിയുടെ മുമ്പായി വുളൂ ചെയ്യുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക. ഇതൊക്കെ കുളിയുടെ സുന്നത്തുകളാണ്. ഇനി എപ്പോഴൊക്കെയാണ് കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ള സാഹചര്യങ്ങൾ? 2 പെരുന്നാൾ, അതുപോലെ ജുമുഅ എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാനും കുളി സുന്നത്താകുന്നു. അപ്പൊ ചുരുക്കത്തിൽ എല്ലാ ദിവസവും കുളിക്കൽ സുന്നത്താണ്. അതുപോലെ 2 പെരുന്നാളിന്റെ അന്ന്, അതുപോലെ വെള്ളിയാഴ്ച ജുമുഅക്ക് ഒക്കെ പ്രത്യേകം കുളിക്കൽ സുന്നത്താണ്. ഇനി തദ്രീബാത്ത്, എന്ത് ചെയ്യണം? ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കാൻ വുളു എടുത്താൽ മതി. കാരണം ഉറങ്ങൽ കൊണ്ട് വുളുഎ നഷ്ടപ്പെടുകയുള്ളൂ. എന്നാൽ മനിയ് പുറപ്പെട്ടാലോ വുളു എടുത്താൽ മതിയോ? പോരാ, കുളിക്കണം. മനിയ് പുറപ്പെട്ടാൽ കുളിക്കണം. ഹൈൽ അവസാനിച്ചാൽ കുളിക്കണം. കീഴ്വായു പോയതിന് ശേഷം നിസ്കരിക്കാൻ വുളു എടുത്താൽ മതി. രണ്ടാമത്തത് യോജിച്ചവ ചേർക്കുക. ഹൈല്, ഈ പുറത്ത് ഓപ്ഷൻസുകൾ ഉണ്ട്, വിദ്യാർത്ഥികൾ വായിച്ചു നോക്കണം. ഹൈല് സാധാരണ 6-7 ദിവസം, നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. നിഫാസ് സാധാരണ 40 ദിവസം. കുളിയുടെ ഫർളുകൾ എത്രയാണ്? 2. വുളൂഇന്റെ ഫർളുകൾ എത്രയാണ്? 6. വലിയ അശുദ്ധി ഉണ്ടാകും എപ്പോൾ? മനിയ് പുറപ്പെട്ടാൽ. ചെറിയ അശുദ്ധി ഉണ്ടാകും എപ്പോൾ? മൂത്രിച്ചാൽ. ഇനി ആലോചിച്ച് പറയുക. കുളിയുടെ ശേഷം ചൊല്ലേണ്ട ദുആ ഏതാണ്? വുളൂഇന് ശേഷമുള്ള ദുആ തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ദുആ ആണ് വുളൂഇന് ശേഷമുള്ളത്. ഇത് തന്നെയാണ് കുളിക്ക് ശേഷവും ചൊല്ലേണ്ടത്. ഇനി ഉത്തരം പറയാം. കുളി എന്നാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, നിയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. എന്താണ് കുളിയുടെ നിയ്യത്ത്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ അല്ലെങ്കിൽ കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നോ കരുതലാണ് കുളിയുടെ നിയ്യത്ത്. 3. കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? 2 പെരുന്നാൾ, അതുപോലെ ജുമുഅ, റമദാനിലെ എല്ലാ രാത്രിയിലും ശരീരത്തിൽ അഴുക്കുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങളാണ്. കുളിയുടെ സുന്നത്തുകളിൽ 4 എണ്ണം നമ്മൾ അവസാനത്തിൽ പറഞ്ഞു. കുളിയുടെ സുന്നത്തുകളിൽ 4 എണ്ണം. ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, കുളിയുടെ മുമ്പായി വുളൂ ചെയ്യുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്യുക. ഇതൊക്കെ കുളിയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. ഇനി കുളിയുടെ ഷർത്തുകൾ ഏതെല്ലാമാണ്? വുളൂഇന്റെ ഷർത്തുകൾ തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ. വെള്ളം തഹൂറായിരിക്കണം, അതുപോലെ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിക്കണം, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ തടയുന്നൊന്നുമില്ലാതിരിക്കണം, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്നൊന്നുമില്ലാതിരിക്കണം. ഇങ്ങനെ വുളൂഇന്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ഷർത്തുകൾ തന്നെയാണ് ഇവിടെ കുളിക്കും ഉള്ളത്. ഇത്രയും പാഠങ്ങളാണ്, ഈ 6 പാഠങ്ങളാണ് ഫിഖ്ഹിൽ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ടത്. നിർബന്ധമായും പാഠങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ വായിക്കുകയും ഓരോ പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കുകയും എഴുതാനുള്ളത് എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.